ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നിയമനിർമ്മാണ സഭകളിൽ സാമാജികരും പാർലമെന്റ് അംഗങ്ങളും സംവാദം, ചർച്ചകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക് ന്യൂഡൽഹിയിൽ. ശക്തമായ നിയമ സംവിധാനമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിയമം 2019 പ്രകാരം അധ്യാപക തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് സംവരണം നൽകിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേരളത്തിൽ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന്. വാർത്തകൾ വിശദമായി. നിയമനിർമ്മാണ സഭകളിൽ സാമാജികരും പാർലമെന്റ് അംഗങ്ങളും സംവാദം, ചർച്ചകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. മുംബൈയിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 84ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഭയുടെ അച്ചടക്കത്തിലും പെരുമാറ്റത്തിലും ഊന്നൽ നൽകാൻ പ്രിസൈഡിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കണമെന്ന് ശ്രീ ജഗ്ദീപ് ധൻകർ ആവശ്യപ്പെട്ടു. ഒരു രാജ്യം ഒരു നിയമസഭാ പ്ലാറ്റ്ഫോം എന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷത്തോടെ പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർമാർ, നിയമസഭാ കൌൺസിൽ അധ്യക്ഷന്മാർ തുടങ്ങിയവർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിൽ രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന പരീക്ഷാ പേ ചർച്ച ആവേശത്തോടെ ഉറ്റുനോക്കുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. സമ്മർദ്ദത്തെ അകറ്റി പരീക്ഷകളെ സമാധാനത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരീക്ഷാ പേ ചർച്ച നടത്തിവരുന്നത്. അവസാന വർഷ പരീക്ഷകൾക്ക് മുന്നോടിയായാണ് എല്ലാ വർഷവും പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസവും പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള മികച്ച മാധ്യമമായി കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പരീക്ഷാ പേ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഇന്നലെ മൻ കി ബാത്തിൽ പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ റെക്കോർഡ് വർധനയാണ് ഉണ്ടായതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി 2,26,00,000 പേർ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. 3000-ഓളം പേർ പരിപാടിയിൽ നേരിട്ട് പ്രധാനമന്ത്രിയുമായി സംവദിക്കും. പരിപാടി ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികളും ഇത്തവണ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചയുടെ തത്സമയ പ്രദർശനം ഇന്ന് കേരള രാജ്ഭവനിൽ നടക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലൂടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിലെ 20 സ്ക്വാഡുകളിൽ 11ലും വനിതകൾ മാത്രമായിരുന്നു. ജലം, ഭൂമി, ആകാശം, സൈബർ ലോകം, ബഹിരാകാശം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീശക്തി രാജ്യത്തെ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം മൻ കി ബാത്തിന്റെ 109ാം പതിപ്പിൽ പറഞ്ഞു. സ്വയം സഹായ സംഘങ്ങളുടെ കാര്യത്തിലും സ്ത്രീകൾ മുദ്ര പതിപ്പിച്ചു. ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചവരിൽ 30 പേർ വനിതകളാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിച്ചു. കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെയും എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ സംഘം രജിസ്ട്രാർമാരുടെയും കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ സഹകരണ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സഹകാർ സേ സമൃദ്ധി എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാനും കോടിക്കണക്കിന് കർഷകരുടെ അഭിവൃദ്ധിയുമാണ് പരിപാടിയിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ശക്തമായ നിയമ സംവിധാനമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സുപ്രീംകോടതി വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിന്റെ മികച്ച ഭാവിയുടെ അടിത്തറയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോടതികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സുപ്രീംകോടതിക്ക് പുതിയ മന്ദിരം നിർമ്മിക്കാൻ സർക്കാർ 800 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിയമം 2019 പ്രകാരം അധ്യാപക തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് സംവരണം നൽകിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. സമൂഹ മാധ്യമ പോസ്റ്റിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ നിയമം നടപ്പാക്കിയതിനുശേഷം ഇത്തരം തസ്തികകളിലെ സംവരണം മാറ്റിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
അധ്യാപക നിയമനത്തിലെ സംവരണം സംബന്ധിച്ച ഈ നിയമപ്രകാരം മാത്രമേ ഒഴിവുകൾ നികത്താവൂ എന്ന് എല്ലാ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രൌഢഗംഭീരമായ ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ വിജയ് ചൌക്കിൽ ഇന്ന് നടക്കും. കര, നാവിക, വ്യോമസേനകളുടെയും കേന്ദ്ര സായുധ സേന, പോലീസ് വിഭാഗങ്ങളുടെയും സംഗീത ബാൻഡുകൾ സംഗീത വിരുന്നൊരുക്കും. INS വിക്രാന്ത്, ചന്ദ്രയാൻ ദൌത്യം, ജയ് ഭാരത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംഗീതമാണ് നാവികസേന അവതരിപ്പിക്കുന്നത്. 1950 മുതലാണ് ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങിന്റെ ആരംഭം. ചടങ്ങിനോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 75,000 കോടി രൂപയുടെ പുതുക്കിയ പാർവതി, കാളി സിന്ധ്, ചമ്പൽ, കിഴക്കൻ രാജസ്ഥാൻ കനാൽ പദ്ധതിക്ക് വേണ്ടിയുള്ള ത്രികക്ഷി ധാരണാപത്രം ഇന്നലെ കേന്ദ്രവും മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും ഒപ്പുവച്ചു. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ മുഖ്യമന്ത്രിമാരായ മോഹൻ യാദവ്, ഭജൻലാൽ ശർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അറിവ് നേടാനും വിവരങ്ങൾ അറിയാനും മാത്രമല്ല, മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പത്രവായന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കുട്ടികളിൽ പത്രവായന ശീലമാക്കേണ്ടതുണ്ട്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 15ാം കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കും. നാളെയും മറ്റന്നാളും ചർച്ച തുടരും. മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ബജറ്റ് അവതരണം ഫെബ്രുവരി 5-ന് നടക്കും. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ അടുത്ത മാസം 22-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. 10 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക അടുത്ത മാസം 5 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 6-ന് നടത്തും. ഫെബ്രുവരി 8 വരെ പത്രിക പിൻവലിക്കാം. മനുഷ്യരെയെല്ലാം ഒന്നിപ്പിക്കുന്ന അതിശക്തമായ മാധ്യമമാണ് സാഹിത്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാർവ്വദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 28 റൺസ് ജയം. ഹൈദരാബാദിൽ നടന്ന ടെസ്റ്റിന്റെ 4ാം ദിനം 7 വിക്കറ്റ് നേടിയ സ്പിന്നർ ടോം ഹാഡ്ലിയാണ് ഇന്ത്യയെ തകർത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ 202 റൺസിന് ഇന്ത്യയുടെ എല്ലാ താരങ്ങളും പുറത്താകുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത ടെസ്റ്റ് ഫെബ്രുവരി 2-ന് വിശാഖപട്ടണത്ത് ആരംഭിക്കും. ICC അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിലും ഇന്ത്യയ്ക്ക് ജയം. ദക്ഷിണാഫ്രിക്കയിലെ ബ്ലോം ഫാന്റെയിനിൽ അമേരിക്കയെ 201 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഒമാനിൽ നടക്കുന്ന FIH ഹോക്കി പുരുഷ ലോകകപ്പ് 2024-ൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. സ്വിറ്റ്സർലാൻഡിനെ 9-1-നാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. എന്നാൽ പൂൾ ബിയിൽ ഇന്ത്യൻ താരങ്ങൾ ഈജിപ്തിനോട് 6-8-ന് പരാജയപ്പെട്ടു. ജമൈക്കയ്ക്കെതിരെ ഇന്ന് രാവിലെ 9:30-നാണ് ഇന്ത്യയുടെ പൂൾ ബിയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം. കെയ്റോയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യൻ സഖ്യം റിഥം സാങ്വാനും ഉജ്വൽ മാലിക്കും സ്വർണം നേടി. 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ അർമേനിയൻ സഖ്യത്തെ 17-7-ന് പരാജയപ്പെടുത്തിയാണ് നേട്ടം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BJP സംസ്ഥാന പ്രസിഡന്റും NDA ചെയർമാനുമായ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പര്യടനം നടത്തും. പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്ര ദർശനത്തിന് ശേഷം 9 മണിക്ക് തയ്യിൽ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ കൂടെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം പള്ളിക്കുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരുടെ സംഗമത്തിലും ശ്രീ K സുരേന്ദ്രൻ പങ്കെടുക്കും. മത സാമുദായിക നേതാക്കളുടെയും മറ്റ് പൌരപ്രമുഖരുടെയും സ്നേഹസംഗമത്തിലും അദ്ദേഹം പങ്കെടുക്കും. പദയാത്രയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പര്യടനം മുൻ MP ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പദയാത്രയോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 7:30 വരെ കണ്ണൂർ ടൌൺ മുതൽ പുതിയ തെരു വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മാധ്യമ ദിനാഘോഷം ഇന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മന്ത്രി വീണ ജോർജ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമനിർമ്മാണ സഭകളിൽ സാമാജികരും പാർലമെന്റ് അംഗങ്ങളും സംവാദം, ചർച്ചകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക് ന്യൂഡൽഹിയിൽ. ശക്തമായ നിയമ സംവിധാനമാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
സെൻട്രൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിയമം 2019 പ്രകാരം അധ്യാപക തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് സംവരണം നൽകിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേരളത്തിൽ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.